മുസ്ലിങ്ങളല്ലാത്ത 977 പേരെ കൊല്ലാൻ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയ പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിട്ടത് രാഷ്ട്രീയ ശക്തിയാകാൻ SDPIയെ മറയാക്കി. NIA റിപ്പോർട്ട് മാസങ്ങൾക്ക് മുൻപ് ന്യൂസ് 18 നൽകിയ വാർത്തയിലെ ഉള്ളടക്കം. ലക്ഷ്യം വെച്ചത് 2047 ഇസ്ലാമിക രാഷ്ട്രം. സൈനിക നീക്കങ്ങൾ ചോർത്താൻ സേനയിൽ നുഴഞ്ഞു കയറാനും പദ്ധതിയിട്ടു. ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയത് രാജ്യസുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്ന വിവരങ്ങൾ. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും കനത്ത മഴ. വയനാട്ടിൽ പുഴകൾ കരകവിഞ്ഞു. ചൂരൽമലയിൽ അതീവ ജാഗ്രത. ഭാരതപ്പുഴയും തൊടുപുഴയാറും നിറഞ്ഞു. ഇടുക്കിയിൽ പരക്കെ മരം വീണ് നാശനഷ്ടങ്ങൾ. പൊന്മുടി, ലോവപ്പെരിയാർ, കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ആൾക്കായി തെരച്ചിൽ തുടരുന്നു. അതൃപ്തി പരസ്പരം കത്തിലാക്കി സർക്കാർ ഗവർണർ യുദ്ധം കനത്തു. ഗവർണർക്ക് കടുത്ത അതൃപ്തി. മന്ത്രി ശിവൻകുട്ടി വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് അവഹേളനമെന്ന് സർക്കാരിനയച്ച കത്തിൽ രാജ്ഭവൻ. ഔദ്യോഗിക പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി. കേരള സർവകലാശാലയിലെ പ്രതിഷേധത്തിൽ SFI KSU പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്. കേരള സർവകലാശാല വൈസ് ചാൻസലർ ആയി ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് തുടരാമെന്ന് ഹൈക്കോടതി. സെനറ്റിലെ ഇടതംഗങ്ങളുടെ ഹർജി തള്ളി ഡിവിഷൻ ബെഞ്ച്. പാർട്ടി വോട്ടും അനുഭാവി വോട്ടും ചേർന്നു. നിലമ്പൂരിൽ കണക്കുകൂട്ടൽ പിഴച്ചെന്ന് CPM. ഇങ്ങനെ പോയാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തുറന്നടിച്ച് P. രാജീവ്. RSS കൂട്ടുപ്രസ്താവനയും വിനയായെന്ന് MV ഗോവിന്ദനെ ലക്ഷ്യമിട്ടും വിമർശനം. തിരുത്തേണ്ടത് തിരുത്തുമെന്ന് സെക്രട്ടറിയുടെ മറുപടി. ശുഭാംശു ശുക്ലയും സംഘവും മണിക്കൂറുകൾക്കകം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക്. ടോക്കിംഗ് വൈകിട്ട് 4:31. ഡ്രാഗൺ പേടകത്തിലിരുന്ന് തത്സമയം സംസാരിച്ച് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു. Namaskar from space. I'm thrilled to be here with my fellow astronauts, as Peggy said, 1 veteran and 3 rookies, and wow, what a ride it was. യൂറോപ്പിന് മുകളിലെത്തിയ ദൃശ്യം പങ്കുവച്ച് SpaceX. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ച് NIAയുടെ റിപ്പോർട്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായി SDPIയെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു ലക്ഷ്യം. ഭരണതലത്തിൽ സ്വാധീനമുറപ്പിക്കാൻ SDPIയെ സമ്മർദ്ദ ശക്തിയായി ഉപയോഗിക്കാൻ PFI പദ്ധതിയിട്ടു. സേനാ വിഭാഗങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ PFI അനുഭാവികളെ സേനാ വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്താൻ പദ്ധതി തയ്യാറാക്കിയെന്നും NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസ് പ്രതികളായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് NIA കൊച്ചി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് SDPIക്കെതിരായ ഗുരുതര പരാമർശങ്ങൾ. 2047ഓടെ രാജ്യത്തിന്റെ ഭരണഘടന തിരുത്തിയെഴുതി ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കുകയെന്ന ലക്ഷ്യത്തോടെ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായി SDPIയെ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു PFIയുടെ ലക്ഷ്യമെന്നും റിപ്പോർട്ടിലുണ്ട്. ചിതറിക്കിടക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ മുഴുവൻ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം SDPI ഏറ്റെടുക്കണം. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നാമമാത്രമായ ഇടങ്ങളിൽ ആദ്യം വിജയിച്ച് SDPI സമ്മർദ്ദ ശക്തിയാണെന്ന് മറ്റ് രാഷ്ട്രീയ കക്ഷികളെ ബോധ്യപ്പെടുത്തണം. പോലീസ് ഉൾപ്പെടെയുള്ള മറ്റ് സേനാ വിഭാഗങ്ങളെ നിരീക്ഷിക്കുന്നതിനായി PFI അനുഭാവികളായ ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകി സേനകളുടെ ഭാഗമാക്കണം. ജുഡീഷ്യറിയിലും സാന്നിധ്യം അറിയിക്കണം. ഇങ്ങനെ നീളുന്നു NIA റിപ്പോർട്ടിലെ പരാമർശങ്ങൾ. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവരെ വകവരുത്താൻ പദ്ധതി തയ്യാറാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതര മത സാമുദായിക സംഘടനകളുടെ തലവന്മാരെ വകവരുത്തുന്നതിലൂടെ വ്യത്യസ്ത മതസ്ഥരെ തമ്മിലടിപ്പിക്കുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യമെന്നും റിപ്പോർട്ടിലുണ്ട്. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായി റിപ്പോർട്ടേഴ്സിനെ നിയോഗിച്ചതിന് പുറമെ കായിക പരിശീലനത്തിനും ആയുധ പരിശീലനത്തിനുമായി വൈദഗ്ധ്യം നേടിയവരെ PFI ഉപയോഗിച്ചിരുന്നതായും ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. SDPI പ്രവർത്തകർ നൽകിയ മധുരം സ്വീകരിച്ച പത്തനംതിട്ട MP ആന്റോ ആന്റണി വിവാദത്തിൽ. SDPI സ്ഥാപക ദിനത്തിലായിരുന്നു ആന്റോ ആന്റണിയുടെ ഓഫീസിലെത്തി നേതാക്കൾ മധുരം നൽകിയത്. പിന്നീട് SDPI തന്നെ പുറത്തിറക്കിയ റീലാണ് സമൂഹമാധ്യമങ്ങളിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചത്.
എന്നാൽ താൻ ചെയ്തതിൽ തെറ്റില്ലെന്നും മണ്ഡലത്തിലെ ആർക്കും തന്നെ ഓഫീസിൽ വന്ന് കാണാനും മധുരം നൽകാനും കഴിയുമെന്നും ആന്റണി പ്രതികരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം ചർച്ചയായി തുടരുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ചർച്ച ഇതുപോലെ സജീവമായി നിലനിർത്താനുള്ള ശ്രമത്തിലാണ് ഇടതുമുന്നണി. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി നിലമ്പൂരിൽ UDFന് നൽകിയ പിന്തുണ ചർച്ചയാക്കി നിർത്താനാണ് CPM നീക്കം. ഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിഭാഗങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള എതിർപ്പും ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രതിസന്ധിയും തിരിച്ചറിഞ്ഞാണ് ഇടതു നീക്കം. നിലമ്പൂരിൽ ജയിക്കാനായില്ലെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഗുണം ചെയ്യുമെന്നും കണക്കാക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവി വിശകലനം ചെയ്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലും UDFനെതിരെ മുഖ്യ ആയുധമായി ഉപയോഗിക്കുന്നതും ഇതാണ്. UDFന്റെ വർഗീയ കൂട്ടുകെട്ട് കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും MV ഗോവിന്ദൻ. വെൽഫെയർ പാർട്ടി പിന്തുണയോടെ ഇടതുമുന്നണി ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് UDF പ്രതിരോധം. ഈ കോട്ടയിലെ ക്ഷീണം മാറ്റാൻ വേണ്ടി അതൊക്കെ ഇലക്ഷൻ കാലത്ത് കുറെ ഓടിച്ചു നോക്കിയാണ്, ഭയങ്കരമായിട്ടൊന്ന് ഓടിച്ചു നോക്കിയതാണ്. അതിന്റെ മെയിൻ നറേറ്റീവ്, പൊളിറ്റിക്കൽ നറേറ്റീവിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ മോളിൽ കിടന്ന് കാണിക്കുന്നതൊന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ മതരാഷ്ട്രവാദം ഉന്നയിച്ചിട്ടില്ലെന്നും 7.5 പതിറ്റാണ്ടായി പ്രസ്ഥാനത്തിന്റെ ഭരണഘടനയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കേരള അമീർ P. മുജീബ് റഹ്മാൻ വ്യക്തമാക്കി. CPM ഉയർത്തുന്ന നരേറ്റീവുകൾ എന്തുകൊണ്ട് സംഘപരിവാറിന് സുഗമമായി ഏറ്റെടുക്കാൻ കഴിയുന്നുവെന്ന് CPIM ഗൗരവത്തോടുകൂടി ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത്തരം ഹൈ സ്പീച്ചിനെ ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതിൻ്റെ കൂടി റിസൾട്ടാണ് നിലമ്പൂരിൽ സംഭവിച്ചത്. സുന്നി സമൂഹം ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്പ് അനുഭവിച്ചിട്ടുള്ളവരാണെന്നായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണം. രാഷ്ട്രീയ കക്ഷികളൊക്കെ അവരോട് വോട്ട് ചോദിക്കാൻ പോയിരുന്നു എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. അവരെന്താ പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കേതായാലും ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ മധുരം ആവശ്യമില്ല ഒരിക്കലും. ഇടതു വലതു മുന്നണികൾ ഒരുപോലെ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നു എന്ന വാദമാണ് സംഘപരിവാർ ഉയർത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് മുൻപ് പറഞ്ഞതെന്തായിരുന്നു? ഷാജിയുടെ പ്രസ്താവന, പഴയ പ്രസ്താവനകളൊന്നും എടുത്ത് വായിക്കാൻ പറയൂ ഷക്കീറിനോട്. സമസ്തയുടെ നേതാക്കന്മാര് എത്ര ശക്തമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ എതിർത്തിട്ടുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും ജമാഅത്തെ ഇസ്ലാമി പിന്തുണ വരും ദിവസങ്ങളിലും ചർച്ചയാവുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രതികരണങ്ങൾ. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. നിലമ്പൂരിൽ പാർട്ടി വോട്ടും അനുഭാവി വോട്ടും ചോർന്നെന്ന് CPMൽ വിമർശനം. പാർട്ടിയുടെ കണക്കുകൂട്ടലിൽ പിഴവുണ്ടായെന്നും ശരിയായ കാര്യങ്ങൾ വിലയിരുത്തിയില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാവുമെന്നും P. രാജീവ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഭിപ്രായപ്പെട്ടു. തെറ്റുകൾ തിരുത്തുമെന്നും പരിശോധിക്കേണ്ടത് പരിശോധിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കി. RSSുമായി CPM കൂട്ടുകൂടിയിട്ടുണ്ടെന്ന പ്രസ്താവന തിരിച്ചടിയായെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. MV ഗോവിന്ദന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു ഈ വിമർശനം. ഇന്ന് ആരംഭിച്ച സംസ്ഥാന സമിതി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ചർച്ച നടക്കും. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളുമായി UDF കൂട്ടുകെട്ടുണ്ടാക്കിയതാണ് നിലമ്പൂരിലെ തോൽവിക്ക് പ്രധാന കാരണമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടില്ലെന്നും CPM അവകാശപ്പെടുന്നു. എന്നാൽ ഇതുമാത്രമല്ല തോൽവിയിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാക്കുന്ന ചർച്ചയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്നത്. പാർട്ടിയുടെ കണക്കുകൂട്ടൽ നിലമ്പൂരിൽ പിഴച്ചെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. തോൽവിയുടെ കാരണങ്ങൾ ശരിയായി വിലയിരുത്തിയില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ P. രാജീവ് ഓർമ്മിപ്പിച്ചു. തെരഞ്ഞെടുപ്പിന് തലേന്ന് സംസ്ഥാന സെക്രട്ടറി നടത്തിയ RSS കൂട്ടുകെട്ട് സംബന്ധിച്ച പരാമർശത്തിലും രൂക്ഷ വിമർശനമുയർന്നു. വർഗീയ ശക്തികളുമായി ബന്ധമുണ്ടെന്ന് വരുത്താൻ പാടില്ലായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിന്റെ പേരിൽ UDF പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴുണ്ടായ പ്രസ്താവന തിരിച്ചടിച്ചെന്നാണ് വിലയിരുത്തൽ. P. രാജീവും ഇളമരം കരീമുമാണ്
MV ഗോവിന്ദന്റെ പേരെടുത്തു പറയാതെ വിമർശനമുന്നയിച്ചത്. അടിസ്ഥാന വോട്ടുകൾ ചോർന്നിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ട് വച്ചെങ്കിലും അതിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി. പാർട്ടി വോട്ടിലും ചോർച്ചയുണ്ടായി. സ്വന്തം നിലയിൽ M സ്വരാജ് 10,000 വോട്ടെങ്കിലും പിടിച്ചിട്ടുണ്ട്. അത് പ്രതിഫലിക്കാത്തത് പാർട്ടി വോട്ടിന്റെ ചോർച്ച കൊണ്ട് തന്നെയാണ്. അനുഭാവി വോട്ട് വലിയൊരളവിൽ അൻവറിലേക്ക് പോയി. അൻവറിന്റെ സ്വാധീനം കൃത്യമായി വിലയിരുത്താൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്ന അഭിപ്രായവും ഉയർന്നു. അൻവറിനെ ശരിയായ രീതിയിൽ തുറന്നുകാട്ടാനും വിമർശിക്കാനും കഴിയാത്തത് പോരായ്മയായി മുഖ്യമന്ത്രി പിണറായി വിജയനും ചൂണ്ടിക്കാട്ടി. അൻവറിനെ കേന്ദ്രീകരിച്ച് കൃത്യമായ വിമർശനങ്ങൾ ഉന്നയിക്കാൻ സാധിച്ചില്ലെന്നായിരുന്നു പിണറായിയുടെ അഭിപ്രായം. നിലമ്പൂരിലെ തോൽവിയിൽ പരിശോധിക്കേണ്ടത് പരിശോധിക്കുമെന്നും തിരുത്തേണ്ടത് തിരുത്തുമെന്നും ദേശാഭിമാനി ലേഖനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന പ്രചരണം ശരിയല്ലെന്നും സംസ്ഥാന സെക്രട്ടറി ലേഖനത്തിൽ അവകാശപ്പെടുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നിലമ്പൂരിലെ തോൽവി ഇടതുമുന്നണി വിശദമായി പരിശോധിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. എത്ര തോൽവി ഏറ്റുവാങ്ങിയാലും വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടില്ല. പ്രചാരണത്തിൽ വീഴ്ചയുണ്ടായി എന്ന് CPI ആക്ഷേപിക്കാനിടയില്ല. RSSുമായി ബന്ധപ്പെട്ട MV ഗോവിന്ദന്റെ പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യേണ്ടുന്ന ഒരു സംഗതിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വർഗീയ ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടില്ല, ഒരു ധാരണയുണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഉറച്ചു പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറയിൽ വിള്ളലുണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഇടവരുത്തിയിട്ടില്ല. അവരുടെ വോട്ട് തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വശങ്ങളും അവിടെ ബൂത്ത് തലങ്ങളിൽ തന്നെ ഇതിൻ്റെ കണക്കുകളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷമേ നമുക്ക് ഈ കാര്യത്തിൽ എവിടെയല്ല എന്തെല്ലാം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത വരുത്തി പറയാൻ കഴിയുള്ളൂ. സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. ഇന്ന് ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ടാണ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട്. കേരള തീരത്ത് 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. മഴക്കെടുതി രൂക്ഷമാണ്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴയാണ്. വയനാട് ബത്തേരിയിൽ കല്ലൂർ പുഴ കരകവിഞ്ഞു. പുഴംകുനി ഉന്നതിയിൽ വെള്ളം കയറി ഇവിടുത്തെ കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. ഇന്നലെ മലവെള്ളപ്പാച്ചിലുണ്ടായ ചൂരൽമലയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. കോഴിക്കോട് മലയോര മേഖലകളിലും ശക്തമായ മഴയാണ്. ഇരുവഴിഞ്ഞിയിലും ചെറുപുഴയിലും ജലനിരപ്പുയർന്നു. മുക്കം, പുൽപ്പറമ്പ്, കുളിമാട്, നായർകുഴി റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കിയിലും മഴ നാശം വിതച്ചു. പലയിടങ്ങളിലും മരങ്ങൾ വ്യാപകമായി കടപുഴകി. മാങ്കുളത്ത് സുകുമാരൻകട, പാമ്പുംകയം റോഡ് ഒലിച്ചുപോയി. പൊന്മുടി, കല്ലാർകുട്ടി, ലോവർ പെരിയാർ ഡാമുകൾ തുറന്നു. പാലക്കാടിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ശക്തമായ മഴയാണ്. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പട്ടാമ്പി കീഴായൂരിൽ പുഴ കരകവിഞ്ഞു. നമ്പ്രം റോഡും വെള്ളത്തിനടിയിലായി. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രം മുങ്ങി. ഇതേ തുടർന്ന് പിതൃതർപ്പണ ചടങ്ങുകൾ പൂർണ്ണമായി കരയിലേക്ക് മാറ്റി. സമീപത്തെ പാടശേഖരങ്ങളിലും വെള്ളത്തിലാണ്. തൊടുപുഴയാറും കരകവിഞ്ഞു. KSRTC ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഏരിയയിലും വെള്ളം കയറി. മൂവാറ്റുപുഴയിൽ വീടുകളിൽ വെള്ളം കയറി. തിരുവനന്തപുരം പുതുക്കുറിശ്ശിയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. 4 പേർ നീന്തി രക്ഷപ്പെട്ടു. പള്ളിത്തുറയിൽ കടലാക്രമണം രൂക്ഷമാണ്. 3 വീടുകൾ അപകടാവസ്ഥയിലുമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മഴ കനക്കുകയാണ്. 3 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന. തുടക്കത്തിൽ മലയോര ജില്ലകളിലായിരുന്നെങ്കിൽ ഇപ്പോൾ തെക്കൻ കേരളത്തിൽ ഒഴികെ എല്ലായിടത്തും വലിയ ആശങ്കയുടെ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മലയോര ജില്ലകളിൽ കടൽക്ഷോഭം പലയിടത്തും കാര്യമായി തന്നെയുണ്ട്. എന്തൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരങ്ങൾ?
ഷംന, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? മഴ ശക്തമായി തന്നെ തുടരും എന്നാണ് മുന്നറിയിപ്പുള്ളത്. നേരത്തെ തന്നെ ഇന്ന് രാവിലെ വന്ന മുന്നറിയിപ്പിൽ തന്നെ പറഞ്ഞിരുന്നു, അതായത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമെ ഒഡീഷ തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് വൈകുന്നേരത്തോടു കൂടി തീവ്ര ന്യൂനമർദ്ദമായി മാറും. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തോടു കൂടി മഴ അതിശക്തമാവുമെന്ന് രാവിലെ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചു എന്നതാണ് സാഹചര്യം. നേരത്തെ ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ച 3 ജില്ലകൾക്കും ഇപ്പോൾ റെഡ് അലേർട്ട് ആയിട്ടുണ്ട്. അതായത് ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകൾക്കും യെല്ലോ അലേർട്ടാണ്. അതായത് സംസ്ഥാനമൊട്ടാകെ ഇന്ന് അതിശക്തമായ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. നിലവിൽ നാളെയും മറ്റന്നാളും ഒക്കെ ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെയുള്ള ഒരു മുന്നറിയിപ്പ് പ്രകാരം നിലവിൽ നാളെയോ മറ്റന്നാളോ ഒന്നും ഓറഞ്ച് അലേർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പുതുക്കി വന്ന മുന്നറിയിപ്പിൽ നാളെയും മറ്റന്നാളും ഒക്കെ ഓറഞ്ച് അലേർട്ടുകൾ നിലനിൽക്കുമെന്നതാണ് സാഹചര്യം. എന്തായാലും വൈകുന്നേരത്തോടു കൂടി മഴ കൂടുതൽ ശക്തമാകും. ഒപ്പം തന്നെ ശക്തമായ കാറ്റുണ്ടാകും. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റിനാണ് സാധ്യതയുള്ളത്. ഒപ്പം തന്നെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. നമുക്കറിയാം, വയനാട് മേഖലകളിലൊക്കെ നദികളിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ കുത്തൊഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം. ഒപ്പം തന്നെ രാത്രികാല യാത്രകൾ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്ക് രാത്രികാല യാത്രകൾക്ക് നിരോധനമുണ്ട്. അങ്ങനെ വീണ്ടും സംസ്ഥാനം കാലവർഷം കൂടുതൽ ശക്തമാകുന്നു, കൂടുതൽ മഴ ലഭിക്കുന്നു എന്നതാണ് സാഹചര്യം. നിലവിൽ എന്തായാലും 30-ാം തീയതി വരെ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രവചനം. ശ്രീജ, ഷംനാണ് വിവരങ്ങൾ നൽകിയത്. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു. ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന് VSന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി. വൃക്കയുടെ പ്രവർത്തനവും ശ്വസനവും സാധാരണ നിലയിലാക്കാൻ ശ്രമം തുടരുകയാണെന്നും നിലയിൽ മാറ്റമില്ലെന്നും മെഡിക്കൽ ബോർഡ് പുറത്തിറക്കിയ ബുള്ളറ്റിനിൽ പറയുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് 3 ദിവസമായി VS ഉള്ളത്. അനാരോഗ്യത്തെ തുടർന്ന് 6 വർഷത്തിലേറെയായി പൂർണ്ണ വിശ്രമത്തിലായിരുന്നു VS. ഫോൺ ചോർത്തലിൽ PV അൻവറിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. PV അൻവർ സമാന്തര ഭരണകേന്ദ്രമാണോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഫോൺ ചോർത്തിയ കേസിലാണ് വിമർശനം. MLA ആയിരുന്ന ആൾ നിരന്തരം ഇത്തരം പത്രസമ്മേളനങ്ങൾ നടത്തുന്നതിനെതിരെയും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വിമർശനം ഉന്നയിച്ചു. അൻവറിനെതിരെ FIR ഇടാനാകുമോ എന്നും പോലീസ് മേധാവിയോട് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ ചോദിച്ചു. PV അൻവറിന് നേരെയുള്ള വാതിൽ അടച്ചു കഴിഞ്ഞു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അൻവർ വിഷയം ഇനി ആരും പറയില്ല. അൻവറിനെ മുന്നണിയിൽ എടുക്കുന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്ന MK മുനീറിന്റെ അഭിപ്രായം വ്യക്തിപരമാണെന്നും VD സതീശൻ. അത് UDF എടുത്തൊരു തീരുമാനമാണ്. ആ വാതിൽ അടച്ചു. പിന്നെ ഇപ്പോ അത് മുൻഗണനയിലൊന്നുമില്ല. ആ വിഷയം നമ്മുടെ മുൻഗണനയിലൊന്നും പ്രയോറിറ്റിയിലൊന്നും ആ വിഷയം ഇപ്പൊ ഇല്ല. അല്ല, ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഒരു ആ വിഷയം വന്നാൽ അപ്പൊ UDF കൂടി അത് ചർച്ച ചെയ്യുക, അത്രയേ ഉള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായം. അതിനൊക്കെ ഞാൻ എങ്ങനെ മറുപടി പറയുന്നത്? ഓരോരുത്തർ വ്യക്തിപരമായി പറയുന്ന എത്ര വലിയ പ്രസ്ഥാനമാണ് ഇതൊക്കെ. ആരെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് ചിലപ്പോൾ അടത്തിയിടുന്നതായിരിക്കും. ഞാൻ കണ്ടില്ല അദ്ദേഹത്തിനൊക്കെ. അല്ല, അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. നല്ല ക്ലാരിറ്റിയുള്ള ആളാണ് ഡോക്ടർ MK മുനീർ. നല്ല ക്ലാരിറ്റി. എന്നോട് സംസാരിച്ചപ്പോ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. നല്ല കൃത്യമായിട്ട് ആ നിലപാട് UDF എടുത്ത സമയത്ത് അദ്ദേഹം വളരെ വ്യക്തതയോടുകൂടി ഈ കാര്യങ്ങൾ എന്നെ കൂടി അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണ്. എന്നാൽ PV അൻവറിന് മുന്നിൽ മുസ്ലിം ലീഗ് വാതിൽ അടയ്ക്കുന്നില്ല. അൻവർ ഒരു ഫാക്ടറാണെന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെട്ടതായി ET മുഹമ്മദ് ബഷീർ. അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് UDF അടിത്തറ വിപുലമാക്കണം. ലീഗ് ഇത്തരം വിഷയങ്ങളിൽ മുൻകൈ എടുക്കാറുണ്ട്. സമാന ചിന്താഗതിക്കാരെ ഉൾപ്പെടുത്തേണ്ടത് ചർച്ച ചെയ്യണം. തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും സ്വാഭാവികമായും കക്ഷിബന്ധങ്ങളിൽ അനുകൂലമായ മാറ്റമുണ്ടാവും. നിലമ്പൂർ ഇലക്ഷൻ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം കാര്യങ്ങൾ വിലയിരുത്തേണ്ടതെന്നും ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. സർക്കാർ പരിപാടികളിൽ ഭരണഘടന അംഗീകരിച്ച ദേശീയ ചിഹ്നങ്ങൾ മാത്രമേ അനുവദിക്കാനാകൂ എന്ന് വ്യക്തമാക്കി ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചത്. അതിനിടെ മന്ത്രി V ശിവൻകുട്ടി രാജ്ഭവനെ അവഹേളിച്ചെന്നാരോപിച്ച് രാജ്ഭവനും സർക്കാരിന് കത്ത് നൽകും. കേരള സർവകലാശാല ആസ്ഥാനത്തെ പ്രതിഷേധത്തിലും ഗവർണർക്ക് കടുത്ത അതൃപ്തിയുണ്ട്.
പരിസ്ഥിതി ദിനത്തിൽ കൃഷിമന്ത്രി പി പ്രസാദ് തിരികൊളുത്തിയ ഭാരതാംബ വിവാദം ആളിക്കത്തുകയാണ്. 2 മന്ത്രിമാരുടെ ബഹിഷ്കരണത്തിലും രാജ്ഭവന്റെ വാർത്താക്കുറിപ്പിലും ഒതുങ്ങി നിന്ന വിവാദത്തിന് ഔദ്യോഗിക സ്വഭാവം നൽകുന്നതാണ് മുഖ്യമന്ത്രിയുടെ കത്ത്. ഭരണഘടന അനുവദിച്ച ചിഹ്നങ്ങൾ മാത്രമേ സർക്കാർ പരിപാടികളിൽ ഉപയോഗിക്കാനാകൂ. മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന സംഘടനകളുടെ അടയാളങ്ങൾ സർക്കാർ പരിപാടികളിൽ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കുന്ന കത്താണ് പിണറായി വിജയൻ ഗവർണർക്ക് നൽകിയത്. അത്തരം ബിംബങ്ങൾ ഭരണഘടനാ വിരുദ്ധമെന്നും കത്തിലുണ്ട്. ഇതിനുള്ള മറുപടി എന്ന നിലയിൽ കൂടിയാണ് ശിവൻകുട്ടിക്കെതിരെയുള്ള രാജ്ഭവന്റെ കത്ത്. മന്ത്രിയുടെ നടപടി രാജ്ഭവനെ അവഹേളിക്കലാണ്. ഇത്രയും കുട്ടികളുടെ സാന്നിധ്യത്തിൽ ഇത്തരമൊരു നടപടി മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും രാജ്ഭവൻ വ്യക്തമാക്കുന്നു. സംഘപരിവാർ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ സർവകലാശാല ആസ്ഥാനത്തെത്തിയപ്പോഴുണ്ടായ പ്രതിഷേധത്തിലും കടുത്ത അതൃപ്തിയിലാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഏറ്റുമുട്ടലിന് ഇല്ല എന്ന് പറഞ്ഞതിനർത്ഥം നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോക്കല്ലെന്നായിരുന്നു ഗവർണറുടെ പ്രഖ്യാപനം. Confrontation, not having confrontation doesn't mean that I will be compromising. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ഒരു സെക്യുലർ അന്തരീക്ഷം നിലനിർത്തി മുന്നോട്ട് പോകേണ്ടത് നമുക്ക് അനിവാര്യമായിട്ടുള്ള ചുമതലയാണ്. അതിന് നേതൃത്വം കൊടുക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ. അതിൽ നിന്ന് നേരെ വിരുദ്ധമായ നിലയിലുള്ള നിലപാടുകളും പ്രചരണങ്ങളും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ദൂരവ്യാപക പ്രത്യാഘാതങ്ങളായിരിക്കും നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്. എന്നാൽ ഗവർണർക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ സർക്കാർ വൈകിപ്പോയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. രാജ്ഭവനെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുമുള്ള വേദിയാക്കി മാറ്റരുത്. ഗവർണറുടെ പരിപാടികൾ, ഔദ്യോഗിക പരിപാടികൾ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുമുള്ള വേദികളാക്കി മാറ്റരുത്. മുഖ്യമന്ത്രിയുടെ കത്തിന് രാജ്ഭവൻ ഉടൻ മറുപടി നൽകിയേക്കില്ല. അടുത്തയാഴ്ച ഗവർണർ രാജ്ഭവനിൽ തിരിച്ചെത്തിയ ശേഷമാകും തുടർ നീക്കങ്ങൾ. ന്യൂസ് 18 തിരുവനന്തപുരം. ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ സംഘർഷമുണ്ടാക്കരുതെന്ന് രമേശ് ചെന്നിത്തല. RSSന്റെ പതാക പിടിച്ച ഭാരതാംബയെ അംഗീകരിക്കാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. ഗവർണർ ഉന്നത നിലവാരം പുലർത്തണം. ഗവർണർ മുൻകൈയെടുത്ത് ഈ വിവാദത്തിൽ നിന്ന് പിന്മാറണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് കേരള സർവകലാശാല വൈസ് ചാൻസലറായി തുടരാം. VC സ്ഥാനത്ത് തുടരാനുള്ള അധികാരം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഇടത് സെനറ്റ് അംഗങ്ങളായ 2 അധ്യാപകർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാണ് ചാൻസലർ നിയമനം നടത്തേണ്ടതെന്നും ഇതിന് വിരുദ്ധമായാണ് ചാൻസലർ കൂടിയായ ഗവർണർ VC ചുമതല നൽകിയതെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. ഈ സാഹചര്യത്തിൽ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് കേരള സർവകലാശാല VC സ്ഥാനത്ത് തുടരാൻ അധികാരമില്ലെന്ന ഹർജിക്കാരുടെ വാദം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. ഗ്രൂപ്പ് കമാൻഡർ ശുഭാംശു ശുക്ലയും സംഘവും ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4:31 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും. ഡ്രാഗൺ പേടകത്തിൽ നിന്ന് ബഹിരാകാശ യാത്രികൾ തത്സമയം സംസാരിച്ചു. യൂറോപ്പിന് മുകളിലൂടെ സഞ്ചരിക്കുകയാണെന്നാണ് ശുഭാംശുവിന്റെ ആദ്യ വാക്കുകൾ. വിവരങ്ങളുമായി അജയ് സുധ ബിജു. അജയ്, ഒരു ചരിത്ര നിമിഷത്തിനാണ് ഇന്ത്യ മുഴുവൻ കാത്തു നിൽക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാവാൻ ശുഭാംശു ഒരുങ്ങുമ്പോൾ അതിൻ്റെ അഭിമാനവും സന്തോഷവും ഇന്ത്യക്കാർക്ക് മുഴുവനുണ്ട്. അതിനിടയിലാണ് ഇന്ന് മനോഹരമായ ദൃശ്യങ്ങൾ പേടകത്തിനകത്ത് നിന്ന് വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പേടകത്തിനകത്ത് നിന്ന് തത്സമയം സുധാംശുവും സംഘവും പറഞ്ഞത്? ശ്രീജ, കുറച്ചു മുമ്പാണ് ശുഭാംശുവും സംഘവും ഈ പേടകത്തിനകത്ത് നിന്ന് ലൈവായിട്ട് ഭൂമിയെ അഭിസംബോധന ചെയ്തത്. അതിൽ അദ്ദേഹം വളരെയധികം ആവേശത്തോടെയാണ് എല്ലാവരോടും സംസാരിച്ചത്. നമസ്കാർ ഫ്രം സ്പേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വാക്കുകൾക്ക് തുടക്കം കുറിച്ചത്. ഇപ്പോൾ നിലവിൽ ഭൂമിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള റീഡിങ്ങുകൾ പ്രകാരം, അതായത് വിക്ഷേപണത്തിന് കൃത്യം 23 മണിക്കൂർ 30 മിനിറ്റിന് ശേഷം രേഖപ്പെടുത്തിയ കണക്കുകൾ പ്രകാരം പേടകം ഇപ്പോൾ ഭൂമിയിൽ നിന്ന് 415 കിലോമീറ്റർ ഉയരത്തിലാണ്. ഇത് ഭൂമിയെ ഇപ്പോൾ നിലവിൽ 26,515 km/h വേഗതയിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വേഗത ഇനിയും കൂടും. ഇത് പേടകത്തിന് ഇപ്പോൾ
അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് അടുത്തേക്ക് ഇപ്പോൾ സമീപത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം കൃത്യം 4:30 തന്നെ ഡോക്ക് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ച വിവരം. ഇന്ന് ശുഭാംശു ശുക്ല അദ്ദേഹം വളരെയധികം ആവേശത്തോടെയാണ് നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് നമസ്കാർ ഫ്രം സ്പേസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈയൊരു താൻ 30 ദിവസത്തിലധികം ക്വാറന്റൈൻ കഴിഞ്ഞതിന് ശേഷം ഈയൊരു എങ്ങനെയെങ്കിലും ഈ വിക്ഷേപിച്ചാൽ മതിയെന്നായിരുന്നു തൻ്റെ മനസ്സ് മുഴുവൻ. ഈ വിക്ഷേപിച്ച് കഴിഞ്ഞപ്പോൾ അത്രയധികം ഒരു ആത്മവിശ്വാസവും സന്തോഷവും തനിക്കുണ്ടായി. ഇപ്പോൾ ബഹിരാകാശത്തുള്ള കാര്യങ്ങൾ ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ താൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്നും എങ്ങനെയാണ് നടക്കേണ്ടതെന്നും എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നും എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും താൻ ഒന്നൊന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ഭൂമിയെ അഭിസംബോധന ചെയ്തു പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ ഭൂമിക്ക് മുകളിൽ നിന്ന് ഇപ്പോൾ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ യൂറോപ്പ് തനിക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഇത് നമ്മുടെ രാജ്യത്തിന് ഇന്ത്യക്ക് ഏറ്റവും വലിയ അഭിമാനമാണെന്നും 41 വർഷങ്ങൾക്ക് ശേഷം ഇത് ബഹിരാകാശത്തെത്താൻ സാധിക്കുന്ന ഈ നേട്ടം അത് എന്നെ സംബന്ധിച്ച് ചെറിയൊരു ചവിട്ടുപടിയാണ്, പക്ഷേ നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ചുവടുവയ്പ്പാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും, എല്ലാ അംഗങ്ങളും, ക്രൂ മെമ്പേഴ്സ് എല്ലാവരും 4 പേരും ഇതുപോലെ തന്നെ ശുഭാംശു സംസാരിച്ചതുപോലെ തന്നെ സംസാരിച്ചു. എല്ലാവരും വളരെ ആവേശത്തിലാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആവേശം, അഭിമാനം, ആത്മവിശ്വാസം ഇതെല്ലാം ഒന്നിച്ചു ചേരുന്ന നിമിഷങ്ങൾക്കായാണ് ഇനി കാത്തിരിക്കുന്നത്. വൈകിട്ട് 4:01 ഈ ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ള പേടകം, ഡ്രാഗൺ പേടകം അവിടെ ഡോക്ക് ചെയ്യുന്നത്. ഡോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അവർ കയറും. അതോടുകൂടി ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ഇന്ത്യക്കാരൻ എന്ന ബഹുമതി ശുഭാംശു ശുക്ല സ്വന്തമാക്കും. നമുക്ക് ആ വാർത്ത തന്നെ ഫോളോ ചെയ്യാം. മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകാം. ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ട് നടൻ ജോജു ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. സിനിമയിൽ അഭിനയിച്ചതിന് പണം നൽകിയതിന്റെ തെളിവുകൾ സംവിധായകൻ പുറത്തുവിട്ടു. ചിത്രീകരണ സമയത്ത് ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലെന്നും ലിജോ ഫേസ്ബുക്കിൽ കുറിച്ചു. ചുരുളിക്ക് സെൻസർ ബോർഡ് A സർട്ടിഫിക്കറ്റാണ് നൽകിയത്. ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടില്ലെന്നും അതിനാൽ പൊതുജനങ്ങൾക്ക് വേണ്ടി മറ്റൊരു പതിപ്പ് പുറത്തിറക്കേണ്ട ആവശ്യമില്ല എന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി വ്യക്തമാക്കുന്നു. സിനിമയിലെ ഭാഷയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വന്ന കേസിൽ വിധി തങ്ങൾക്ക് അനുകൂലമായിരുന്നു. ഒരവസരം ലഭിച്ചാൽ ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി ആവർത്തിച്ചു. വെറും 3 ദിവസത്തെ അതിഥിവേഷത്തിനായി ജോജുവിന് 5 ലക്ഷം രൂപ പ്രതിഫലം നൽകിയതിന്റെ ബാങ്ക് ഇടപാട് രേഖയും ലിജോ പങ്കുവച്ചു. ഇത്രയും വലിയ തുക നൽകിയിട്ടും സിനിമയുമായി ബന്ധപ്പെട്ട ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് ശരിയല്ലെന്നാണ് ലിജോയുടെ പ്രധാന വിമർശനം. സിനിമയിലെ തെറി പറയുന്ന വേർഷൻ ഫെസ്റ്റിവലിന് മാത്രമേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അഭിനയിച്ചതെന്നും പക്ഷേ അവരത് റിലീസ് ചെയ്തെന്നുമാണ് ജോജുവിന്റെ ആരോപണം. അഭിനയിച്ചതിന് പണം നൽകിയില്ലെന്നും ജോജു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. 2021 OTT-യിലൂടെ പുറത്തിറങ്ങിയ ചിത്രം ലിജോ ജോസ് പെല്ലിശ്ശേരിയും ചെമ്പൻ വിനോദും ചേർന്നാണ് നിർമ്മിച്ചത്. ന്യൂസ് 18 കൊച്ചി. പേരിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടെ സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സെൻസർ ബോർഡ് റിവ്യൂ കമ്മിറ്റിക്ക് മുന്നിൽ പ്രദർശനം ആരംഭിച്ചു. സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും മുംബൈയിലെത്തിയിട്ടുണ്ട്. സിനിമയുമായി ബന്ധപ്പെട്ട ഹർജി നാളെ വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് അനുവദിക്കാത്തതിൽ ഹൈക്കോടതി ഇന്നലെ സെൻസർ ബോർഡിനോട് വിശദീകരണം ചോദിച്ചിരുന്നു. നാളെ തിയേറ്ററുകളിൽ എത്തേണ്ട ചിത്രത്തിന്റെ റിലീസ് നേരത്തെ തന്നെ മാറ്റിയിരുന്നു. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേടിൽ ജീവനക്കാരികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ 3 പേരും ഇപ്പോൾ ഒളിവിലാണ്. ദിയ കൃഷ്ണയ്ക്കും അച്ഛൻ കൃഷ്ണകുമാറിനും കോടതി ജാമ്യം അനുവദിച്ചു. പാലക്കാട് ശ്രീകൃഷ്ണപുരം സെയിന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ്സുകാരി ആശിർ നന്ദയുടെ ആത്മഹത്യയിൽ പ്രതിഷേധം തുടരുന്നു. സ്കൂളിലേക്ക് AIYF മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ പ്രതിഷേധത്തിനൊടുവിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെ 3 ജീവനക്കാരെ പുറത്താക്കിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പോലീസിന്റെ സാന്നിധ്യത്തിൽ രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എന്നിവരുടെ സംയുക്ത യോഗം ചേരുന്നുണ്ട്. രക്ഷിതാക്കളുടെ മൊഴി പോലീസ് ഇന്നെടുക്കും. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി പ്രാദേശിക വാർത്തകളുമായി സകലമാന കേരളം കാണാം. അനുശ്രീ ചേരും. Pitapillil Agencies presents News 18 Anti-Drugs Awareness Campaign. Say no to drugs എന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ സാധിക്കും. It is not
drugs that give us a high. Choose life. സമൂഹത്തിന്റെ അധപ്പതനം. ലഹരി എസ്കേപ്പിസം ആണ്. പുസ്തകങ്ങളിൽ നിന്ന് മാത്രം പഠിക്കാൻ വേണ്ടിയാണോ ക്യാമ്പസുകളിലേക്ക് വരുന്നതെന്ന് എനിക്കറിയാം. സ്റ്റാഫിന്റെ പേഴ്സണൽ ലൈഫ് നല്ലതായിരിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ഒരു ദൃശ്യം സിനിമ ഉണ്ടായിരുന്നു. എത്രമാത്രം ക്രൈമുകൾ അതിനുശേഷം കേരളത്തിൽ നടന്നു. സിനിമ എപ്പോഴും സിനിമയാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആരെയും നമ്മൾ സിനിമയിൽ അഭിനയിപ്പിക്കില്ല. ഒരേ വഴിയിലീരാവോളം ഒഴുകി നാം. ഒരു നിമിഷത്തെ ഇൻസ്പിറേഷന് വേണ്ടിയിട്ടുമാണ് ലഹരി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് ആർട്ടിസ്റ്റ് ഞാൻ പോയി കണ്ടിട്ടുള്ളത്. തിരിച്ചു പിടിക്കാൻ പറ്റാതെ പോലെ നഷ്ടപ്പെട്ട ഒരുപാട് ജീവിതങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഷൈൻ എൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പുറകെ നടന്ന് അപ്പം പോയടോ. ഞാൻ മലയാളം കുട്ടിയല്ല, പറയാതിരിക്കാൻ വയ്യ, വൻ വൈബാണ്. പക്ഷെ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ എനർജി. Pittapillil Agencies presents Anti-Drugs Awareness Campaign 2025, powered by Reliance Industries Limited and DMAC. Banking partner, South Indian Bank. Experience Next Gen Banking. Special partner, Amrita Vishwavidyapeetham. Come, become. In association with Poppy Umbrella, Aquila Finance Limited, Hawaii Steel Doors, IBIS Group of Institutions.